ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ആൻഡ് ഞാൻ ആദ്യമേ പറയാണ്, എനിക്ക് ഈ വ്ളോഗ് ചെയ്തിട്ടും ഈ വീഡിയോ എടുത്തിട്ടൊന്നും ഒരു പരിചയമില്ല. ഐ എം വെരി ന്യൂ ടു ദിസ് ഫീൽഡ്. എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുകയാണ്. എനിവേ, നമ്മൾ സ്കോട്ട്ലൻഡിലാണ്. നമ്മൾ സ്കോട്ട്ലൻഡിൽ ട്രൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. നോർത്തേൺ അയർലാൻഡിലോട്ടാണ് പോണത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ട്രൂണിൽ നിന്ന് ഫെറിയിലാണ് പോണത്. നമ്മളിപ്പോൾ ആ ഫെറിയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കൈറൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോവാണ്. അവിടെ നിന്നാണ് നമുക്ക് നോർത്തേൺ അയർലാൻഡിലെ ബെൽഫാസ്റ്റിലേക്കുള്ള ഫെറി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ അതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആതിര എന്നാണ്. പിന്നെ ഞങ്ങള് എൻ്റെ ഫാമിലിയോടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ ഹസ്ബൻഡ്. പുള്ളിയുടെ പേര് ആഡം സ്മിത്ത്. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു ആവേണ്ട്, നീവ് ആഡം. ആശാൻ ബാക്കിൽ ഉറങ്ങുവാണ്. ഇപ്പോൾ ബക്കറ്റ് സീറ്റിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം അവനെ. ഞങ്ങള് വീട്ടിൽ അവനെ നീക്കുട്ടൻ എന്ന് വിളിക്കും. കൊച്ചു ആവയാണ്. ഇപ്പൊ അവനൊരു 10 months ഓൾഡായി. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ ആക്ച്വലി സ്കോട്ട്ലൻഡിലാണ്. ഞാനിവിടെ ഒരു സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വന്നിട്ട് ആക്ച്വലി ഇവിടെ വന്നിട്ട് UK വന്നിട്ട് ഇപ്പോൾ ഇത് ഈ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 2 years ആവും. ആക്ച്വലി UK വരുന്നതിന് മുന്നേ ഉള്ള ഒരു പ്ലാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം, വീഡിയോസ് ഇടണം. ഇവിടെ വന്നപ്പോൾ വീണ്ടും പറയും നമുക്ക് ചെയ്യാൻ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങാം. പക്ഷെ സമയം കിട്ടിയില്ല. മേ ബി ഇപ്പോഴായിരിക്കും അതിന് സമയം വന്നത്. പിന്നെ ഓഫ് കോഴ്സ് പ്രഗ്നന്റ് ആയി. അപ്പോൾ ബേബി ആയി, അവൻ്റെ കാര്യമായിട്ട് തിരക്കിലായി. പിന്നെ ജോലിക്ക് തിരിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം ഒന്ന് സെറ്റിലായി വന്നപ്പോഴത്തേക്ക് നമുക്ക് പതിയെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഹോപ്പ് യു ഗൈസ് വിൽ ബി വിത്ത് us ആൻഡ് കീപ് വാച്ചിങ് us, കീപ് സപ്പോർട്ടിങ് us. സോ ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് ടു ടോപ്പിക്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ട്രിപ്പിനെ കുറിച്ചിട്ട് പറയാം. നമ്മൾ ആക്ച്വലി ഒരു 2 days ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാനും വർക്കിന്ന് ഓഫ് എടുത്തിരിക്കുകയാണ്, ഹസ്ബൻഡും ഓഫാണ്. സോ വി തോട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോയിട്ട് വരാമെന്ന്. പിന്നെ ഇപ്പൊ മോനായതിനു ശേഷവും ഞങ്ങള് ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് കുറേ നാളായി. നമുക്കറിയാമല്ലോ, കൊച്ചു ബേബീസിനെയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അവരുടെ ഹെൽത്ത് നോക്കണം, പിന്നെ അവരുടെ ഫുഡ് എല്ലാം നമുക്ക് ഭയങ്കര പേടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അവരെയും കൊണ്ട് ദൂര സ്ഥലത്തേക്ക് ലോങ് ട്രിപ്പ് പോകാനൊക്കെ നമ്മളൊന്ന് മടിക്കും. സോ അങ്ങനെ ഞാനും ഈ പറഞ്ഞതുപോലെ മടിച്ചിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഇത് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ പോയിട്ട് വരാം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. സോ അപ്പൊ നമ്മള് ഇവിടുന്ന് കൈറൻ ഞാൻ പറഞ്ഞതുപോലെ കൈറൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡിൽ നമുക്ക് ബെൽഫാസ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണ് ആകെയുള്ളൊരു ഫെറി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ഇതുവരെ വേറെ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് പോണത്. നമ്മൾ താമസിക്കുന്ന ട്രൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 hour ജേർണി ഉണ്ട്. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഫെറി അപ്പോൾ 11:30 അപ്പോൾ 45 minutes മുന്നേ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാപ്പ് കാണിക്കുന്നതനുസരിച്ച് നമ്മളൊരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തേണ്ടതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും വഴിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 10:30 ആകുമ്പോഴത്തേക്ക് എത്തും. സോ 45 minutes മുന്നേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ ആക്ച്വലി ഈ ഫെറി ബുക്ക് ചെയ്തത് ഒരു 1 week അല്ലേ, അതിന് മുന്നേ 2 days മുമ്പാണ് ബുക്ക് ചെയ്തത്. നമുക്കപ്പോൾ അവൈലബിൾ ആയ ആ ഒരു ഫെറി എന്ന് പറയുന്നത് 11:30 സോ നമ്മൾ അത് എടുത്തു. നമുക്കിപ്പോൾ 1 way ചാർജ് ആയിരിക്കുന്നത് 90 pounds ആണ്. അതായത് നമ്മൾ 2 പേർക്ക്. നീക്കുട്ടന് അവന് ടിക്കറ്റ് ചാർജ് വന്നിട്ടില്ല. നമുക്ക് 2 പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അതൊരു 90 pounds ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുപോകണില്ല. വണ്ടി കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ എത്ര 120 pound
നമ്മുടെ കാറിന് വെഹിക്കിൾ അനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കും. നമ്മളിപ്പോൾ നോർമലി ഒരു സാധാ ഒരു ചെറിയ കാറൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം 120-100 പൗണ്ട്സ് അങ്ങനെ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടിട്ട് പാർക്കിംഗ് പേ ചെയ്തിട്ട് പോവാം എന്നാണ്. നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടി റെന്റ് എടുക്കാം. നമ്മളിങ്ങനെ റെന്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുറച്ചും കൂടെ ചീപ്പാണ് റെന്റ് കാറ്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു ഇത് മാത്രമേ കുറച്ചും കൂടെ എമൗണ്ട് ആവുന്നുള്ളൂ. സോ അതാണ് നമ്മുടെ പ്ലാൻ ഇപ്പോൾ. സോ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. സോ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫെറി കാണാനും കയറാനും പോകുന്നത്. ഞാനെന്ന് മാത്രമല്ല, ഹസ്ബൻഡ് ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഫെറിയിൽ കയറാൻ പോണത്. സോ മഴയൊന്നുമില്ല, ഒരുപാട് തണുപ്പൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന പാർക്കിംഗ് ചാർജ് നമ്മളിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് പെർ ഡേ 6 പൗണ്ട്സ് ആണ്. കുഴപ്പമില്ല, അത് ഒരുപാട് കൂടുതലല്ല അല്ലേ? സോ ചീപ്പാണ് പെർ ഡേ. കാര്യം നമ്മൾ ചില സ്ഥലത്തൊക്കെ പാർക്കിങ്ങിൽ പെർ അവറിൽ 5 പൗണ്ട്സ് 6 പൗണ്ട്സ്. നമ്മളിനിപ്പോൾ സിറ്റി സെൻറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഒരുപാട് കൂടുതലുള്ളതാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ ഭയങ്കര കുറവാണ്. പെർ ഡേ ആണ് നമുക്ക് 6 പൗണ്ട്സ് വരുന്നത്. സോ ദാറ്റ്സ് നോട്ട് ടു ബാഡ്. അങ്ങനെ നമ്മൾ സ്റ്റെന ലൈൻ നമ്മുടെ പോർട്ടിലെത്തി. പിന്നെ അകത്ത് കയറി ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ വെയിറ്റിംഗ് ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നീക്കുട്ടൻ എണീറ്റായിരുന്നു. പിന്നെ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 11 o'clock ആയപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഫെറിയിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫെറിയിലോട്ട് കയറുവാണ്. സോ കയറി വരുമ്പോൾ ആ എൻട്രൻസിൽ തന്നെയാണിത്. നമുക്കവിടെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു സ്പേസാണിത്. അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് ഉള്ളിൽ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നമുക്ക് ആക്ച്വലി നമ്മൾ പോയ ഫെറിയിൽ 8-9 ഡെക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ആക്ച്വലി ആദ്യത്തെ ലോവറിലുള്ള 2-3 വണ്ടികൾക്ക് വേണ്ടിയിട്ടും ഉള്ളതായിരുന്നു. പിന്നെ ബാക്കിയുള്ള 1-2 മാത്രമേ ബാക്കി കെഫറ്റീരിയകളും ലോഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ആദ്യം തന്നെ അവിടെ പെറ്റ് കെയർ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഫെറിയിൽ യാത്ര ചെയ്യുന്ന ഈ ഒരു 2.5 മണിക്കൂർ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഷോപ്പിലൊക്കെ പോകണമെങ്കിൽ പോവാം, നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പിന്നെ നമ്മൾ മേലെ ഡെക്കിൽ പോയി ഒന്ന് പുറത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫെറി ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോയപ്പോൾ. അതുകൊണ്ട് ഒരുപാട് കാറ്റും കാര്യങ്ങളൊന്നും വലിയ രീതിക്കില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയി.
ആക്ച്വലി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർ അലൗഡ് അല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരത്തോട്ടൊന്നും പോയില്ല, ജസ്റ്റ് മേലെ പോയി കണ്ട് താഴോട്ട് ഇറങ്ങി. ആക്ച്വലി നമുക്കവിടെ കയറിയപ്പോഴത്തേക്ക് നമുക്ക് ലൈഫ് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. സോ എന്തെങ്കിലും എമർജൻസി ആയാൽ നമുക്ക് ലൈഫ് ബോട്ടിലൊക്കെ വെച്ച് സേവ് ചെയ്യാം. ഫെറി ഇതുവരെ മൂവ് ആയി തുടങ്ങിയിട്ടില്ല. നമ്മളപ്പോൾ മേലോട്ട് വന്ന് ഡെക്കിലാണ് നമ്മളുള്ളത്. പുറത്ത് വന്ന് കാഴ്ചകളാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെയാണ് എന്താണ് മഴയാണ്. പിന്നെ നമ്മൾ നേരെ താഴോട്ട് വന്നു. നമ്മൾ ഒരു കഫേയിൽ പോയി, അവിടുന്ന് കേക്കും കോഫിയും കഴിച്ചു. പിന്നെ അവിടെ എങ്ങനെ പോയി നമ്മൾ കുറേ നേരം. സോ അപ്പോഴേക്കും കുട്ടിനെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. വാഷിംഗ് ഫുൾ ഓൺ. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും സംസാരവും കളിയും ചിരിയൊക്കെ ആയിരുന്നു. പുള്ളി ശരിക്കും എൻജോയ് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ 2 hours ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ നോർത്തേൺ ഐർലൻഡ്